നമസ്കാരം. ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 8ാം ക്ലാസ്സിലെ ബയോളജിയിലെ 7th ചാപ്റ്റർ ലെറ്റ്സ് കൾട്ടിവേറ്റ് ആൻഡ് റീപ്പ് ഗുഡ്നെസ്, നട്ടു നനയ്ക്കാം നന്മകൾ കൊയ്യാം, ഈ യൂണിറ്റാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ 3rd പാർട്ട് വീഡിയോ ആണ് നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഒരു ഇലസ്ട്രേഷൻ ഉണ്ടായിരുന്നല്ലോ 7.2 ആ ഇലസ്ട്രേഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട സെമിനാർ, ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷിലും മലയാളത്തിലും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഇവിടെ ഒരു ഇല്ലസ്ട്രേഷൻ തന്നിട്ടുണ്ട് അല്ലേ. നമ്മുടെ ടെക്സ്റ്റിൽ പേജ് നമ്പർ 109 കേട്ടോ. ഈ ഒരു ഇല്ലസ്ട്രേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഫസ്റ്റ് ഫെർട്ടിലൈസേഴ്സ് എന്നെഴുതിയേക്കുന്നുണ്ടോ, അല്ലെങ്കിൽ വളങ്ങൾ കേട്ടോ. അവിടെ നിന്ന് ബാക്കിലോട്ടാണ് നോക്കാനുള്ളത്. അപ്പോൾ ഫെർട്ടിലൈസേഴ്സ്, ഏതൊക്കെ തരത്തിലുള്ള ഫെർട്ടിലൈസേഴ്സ് ഉണ്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് നോക്കൂ. ബയോ ഫെർട്ടിലൈസേഴ്സ് അല്ലെങ്കിൽ ജീവാണുവളം കേട്ടിട്ടുണ്ടാവുമല്ലോ, 7ാം ക്ലാസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ജീവാണുവളം. പിന്നെ അടുത്തത് എന്താണ്? ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസേഴ്സ് അല്ലെങ്കിൽ കൃത്രിമ വളങ്ങൾ. പിന്നെന്താണ്? പുതിയൊരു ഐറ്റം ഏതാണ്? നാനോ ഫെർട്ടിലൈസർ അല്ലെങ്കിൽ നാനോ വളങ്ങൾ. മറ്റിടത്ത് നമുക്കൊരു ഡാഷ് തന്നിട്ട് അത് നമുക്ക് ഫില്ല് ചെയ്യാം. ആദ്യം നമുക്കിത് പഠിക്കാം, എന്നിട്ട് നമുക്കത് ഫില്ല് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം ഫെർട്ടിലൈസേഴ്സിൻ്റെ ഓരോ ടൈപ്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇവിടെ തന്നിട്ടുള്ളത് ഏതൊക്കെയാണ്? ബയോ ഫെർട്ടിലൈസർ തന്നിട്ടുണ്ട്, ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസർ തന്നിട്ടുണ്ട്, നാനോ ഫെർട്ടിലൈസർ തന്നിട്ടുണ്ട്. ഇനി ഈ ബയോ ഫെർട്ടിലൈസർ അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഈ യെല്ലോ ബോക്സിൽ തന്നിട്ടുള്ളത്. എല്ലാ ഫെർട്ടിലൈസേഴ്സിൻ്റെയും കൂടെയുള്ള യെല്ലോ ബോക്സിൽ തന്നിട്ടുള്ളത് അവയുടെ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ബയോ ഫെർട്ടിലൈസറിൻ്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? റൈസോബിയം, അസോസ്പൈറിലം, മൈക്കോറൈസ. ഏതൊക്കെയാണ്? റൈസോബിയം, അസോസ്പൈറിലം, മൈക്കോറൈസ. ഇത് മൂന്നും ബയോ ഫെർട്ടിലൈസർ അല്ലെങ്കിൽ ജീവാണു വളത്തിന് എക്സാമ്പിളാണ്. ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ ഈ ഒരു പേര് തന്നെ കേട്ടോ ഈ എക്സാമ്പിളിന്. ഏതൊക്കെയാണ്? റൈസോബിയം, അസോസ്പൈറിലം, മൈക്കോറൈസ. ഇനി ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസേഴ്സിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? അമോണിയം ഫോസ്ഫേറ്റ്, യൂറിയ, അമോണിയം സൾഫേറ്റ്. ഏതൊക്കെയാണ്? അമോണിയം ഫോസ്ഫേറ്റ്, യൂറിയ, അമോണിയം സൾഫേറ്റ്. നാനോ ഫെർട്ടിലൈസറിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? നാനോ യൂറിയ, നാനോ ഫോസ്ഫേറ്റ്, നാനോ മഗ്നീഷ്യം സൾഫേറ്റ്. നാനോ യൂറിയ, നാനോ ഫോസ്ഫേറ്റ്, നാനോ മഗ്നീഷ്യം സൾഫേറ്റ്. ഓക്കെ ആണല്ലോ. ഇനി ഇവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് ആദ്യം നമുക്ക് ഈ ബയോ ഫെർട്ടിലൈസറിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ്? ആഡിങ് മൈക്രോബ്സ് ടു ദ സോയിൽ ദാറ്റ് ഹെൽപ്പ് ഇൻ നൈട്രജൻ ആൻഡ് ഫോസ്ഫറസ് ഫിക്സിംഗ്. അതായത് നമ്മൾ മൈക്രോബ്സ് അല്ലെങ്കിൽ സൂക്ഷ്മജീവികൾ അല്ലേ, ആ സൂക്ഷ്മജീവികളെ നമ്മൾ മണ്ണിൽ ചേർക്കുന്നു. എന്തിനാണ്? ദാറ്റ് ഹെൽപ്പ് ഇൻ നൈട്രജൻ ആൻഡ് ഫോസ്ഫറസ് ഫിക്സിങ്. നൈട്രജൻ ആൻഡ് ഫോസ്ഫറസ് ഫിക്സിങ്ങിന് വേണ്ടിയിട്ടുള്ള ആ മൈക്രോബ്സിനെ നമ്മൾ മണ്ണിൽ ആഡ് ചെയ്യുന്നു. അതാണ് ഇത് ചെയ്യുന്നത്. ആരൊക്കെയാ? റൈസോബിയ, അസോസ്പൈറിലം, മൈക്രോറൈസയൊക്കെ ചെയ്യുന്നത്. ഡു നോട്ട് ഹാം ദ ടെക്സ്ചർ ഓഫ് സോയിൽ ആൻഡ് ഡീകമ്പോസേഴ്സ്. ഇത് മണ്ണിൻ്റെ ടെക്സ്ചറിന്, മണ്ണിൻ്റെ ഘടനയ്ക്കും പിന്നെ ഡീകമ്പോസേഴ്സ് അല്ലെങ്കിൽ വിഘാടകർക്കും ഒരു ഹാമും ചെയ്യുന്നില്ല. എന്താണ് ഈ ഡീകമ്പോസേഴ്സ് അല്ലെങ്കിൽ വിഘാടകർ എന്നുള്ളത്? അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു ജീവി ചത്ത് വീണു എന്ന് വെച്ചോ, ആ ജീവി അവിടെ അങ്ങനെ തന്നെ കിടക്കുമോ? ഇല്ലല്ലോ, കുറച്ച് കഴിയുമ്പോൾ അത് അഴുകി തുടങ്ങും അല്ലേ. അതിനെ ഇങ്ങനെ അഴുകിക്കുന്ന വളരെ സൂക്ഷ്മജീവികളെയാണ്, വളരെ സൂക്ഷ്മങ്ങളായിട്ടുള്ള ജീവികളെയാണ് നമ്മൾ ഡീകമ്പോസേഴ്സ് അല്ലെങ്കിൽ വിഘാടകർ എന്ന് പറയുന്നത്. ബാക്ടീരിയ, ഫംഗസ് ഒക്കെ വിഘാടകർ അല്ലെങ്കിൽ ഈ പറയുന്ന ഡീകമ്പോസേഴ്സിന് എക്സാമ്പിളാണ്. ബാക്ടീരിയയൊക്കെ ഡീകമ്പോസേഴ്സ് ആണ് കേട്ടോ. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് മനസ്സിലായല്ലോ. ബയോ ഫെർട്ടിലൈസർ പറഞ്ഞു. ബയോ ഫെർട്ടിലൈസറിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? റൈസോബിയം, അസോസ്പൈറിലം, മൈക്രോറൈസ ആണെന്ന് പറഞ്ഞു. പിന്നെ അവയുടെ പ്രത്യേകതകൾ പറഞ്ഞു. ഇത്രയാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇനി അടുത്തത് നമുക്ക് ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസറിനെ കുറിച്ച് പഠിക്കാം. ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസേഴ്സ് ഏതൊക്കെയാണ്? അമോണിയം ഫോസ്ഫേറ്റ്, യൂറിയ, അമോണിയം സൾഫേറ്റ്. ആർട്ടിഫിഷ്യലി സിന്തസൈസ്ഡ് ടു ഇൻക്രീസ് ദ ന്യൂട്രിയൻ വാല്യൂ ഓഫ് സോയിൽ. ആർട്ടിഫിഷ്യലി സിന്തസൈസ്ഡ്, അതായത് കൃത്രിമമായിട്ട് നമ്മൾ നിർമ്മിക്കുന്നു. എന്തിനാണ്? ടു ഇൻക്രീസ്, കൂട്ടാൻ. എന്ത് കൂട്ടാൻ? ദ ന്യൂട്രിയൻ വാല്യൂ ഓഫ് സോയിൽ. സോയിലിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ മണ്ണിൻ്റെ ഈ ന്യൂട്രിയൻ്റ് വാല്യൂ എന്ന് വെച്ചാൽ പോഷകമൂല്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. മനസ്സിലായോ? ഇതാണ് ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത്. ഇനി പ്ലാന്റ്സ് ക്യാൻ ഈസിലി അബ്സോർബ്. ഇങ്ങനെ മണ്ണിലിട്ട് കൊടുക്കുമ്പോൾ അത് ആ പ്ലാന്റ്സിന് ഈസി ആയിട്ട് അബ്സോർബ് ചെയ്യാൻ കഴിയുന്നു. പിന്നെ എക്സസീവ് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ഈസ് ഹാംഫുൾ ടു സോയിൽ ടെക്സ്ചർ ആൻഡ് ഡീകമ്പോസേഴ്സ്. പക്ഷേ ഈ ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസേഴ്സ് നമ്മൾ എക്സസായിട്ട് വളരെ കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമ്മുടെ സോയിൽ ടെക്സ്ചറിനെ, സോയിലിൻ്റെ ഘടനയെ ബാധിക്കുന്നു. പിന്നെ ഡീകമ്പോസേഴ്സ് അറിയാലോ, നമ്മൾ നേരത്തെ പറഞ്ഞു, വിഘാടകർക്കൊക്കെ ദോഷമാണ് അല്ലെങ്കിൽ അവയ്ക്ക് ഹാംഫുൾ എന്ന് വെച്ചാൽ ദോഷമാണ് എന്നുള്ള മീനിങ്. ഓക്കെ.
ഇത്രയാണ് ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസേഴ്സിനെ കുറിച്ച്. ഇനി നമുക്ക് നാനോ ഫെർട്ടിലൈസേഴ്സ്, പുതിയൊരു പുതുതായിട്ടല്ലേ നിങ്ങളിത് പഠിക്കുന്നത്, നാനോ ഫെർട്ടിലൈസർ, അതിനെക്കുറിച്ച് പഠിക്കാം. നാനോ ഫെർട്ടിലൈസേഴ്സിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് നാനോ യൂറിയ, നാനോ ഫോസ്ഫേറ്റ്, നാനോ മാഗ്നീഷ്യം സൾഫേറ്റ് അല്ലേ. ഇതൊക്കെയാണ് നാനോ ഫെർട്ടിലൈസേഴ്സിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. എന്താ പറഞ്ഞിട്ടുള്ളത്? ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസേഴ്സ് ഇൻ ദ ഫോം ഓഫ് നാനോ പാർട്ടിക്കിൾസ്. ഈ നാനോ ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസർ തന്നെയാണ്, പക്ഷേ ഇൻ ദ ഫോം ഓഫ് നാനോ പാർട്ടിക്കിൾസ്. നാനോ എന്ന് പറയുന്ന ആ വേർഡ് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, നാനോ എന്ന് വെച്ചാൽ വളരെ ചെറുത് എന്നുള്ള മീനിങ് ആണ്, വളരെ ചെറുതെന്നുള്ള മീനിങ് ആണ് നാനോയ്ക്കുള്ളത്. അപ്പം നാനോ പാർട്ടിക്കിൾസ് ആയിട്ടുള്ള, അതായത് വളരെ ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ടുള്ള, ചെറിയ കണികകളായിട്ടുള്ള, പാർട്ടിക്കിൾസ് എന്ന് വെച്ചാൽ കണികകൾ അല്ലേ, ആ നാനോ പാർട്ടിക്കിൾസിൻ്റെ ഫോമിലുള്ള ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നാനോ ഫെർട്ടിലൈസർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ക്യാൻ ബി ഈസിലി അബ്സോർബ്ഡ് ബൈ ദ പ്ലാന്റ്സ്. ഇത് പ്ലാന്റ്സിന് വളരെ ഈസി ആയിട്ട് അബ്സോർബ് ചെയ്യാം, വളരെ ചെറിയ കണികകളാണ്. അപ്പോൾ നമ്മുടെ ഈ പ്ലാന്റ്സിൻ്റെയൊക്കെ റൂട്ട്സിന് വളരെ ഈസി ആയിട്ട് ഇതിനെ അബ്സോർബ് ചെയ്യാൻ കഴിയും. റിക്വയർഡ് ഇൻ വെരി സ്മാൾ ക്വാണ്ടിറ്റീസ് കമ്പയർഡ് ടു അതർ ഫെർട്ടിലൈസേഴ്സ്. മറ്റുള്ള ഫെർട്ടിലൈസേഴ്സിനെ അപേക്ഷിച്ച് വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രമേ ഇത് ആവശ്യമുള്ളൂ, വളരെ കുറച്ച് മതി അല്ലേ. ഇത് സസ്യങ്ങൾക്ക് അല്ലെങ്കിൽ പ്ലാന്റ്സിന് വെരി സ്മോൾ ക്വാണ്ടിറ്റീസ്, വളരെ കുറച്ച് മതി, മറ്റുള്ള ഫെർട്ടിലൈസേഴ്സിനെ അപേക്ഷിച്ച് വളരെ കുറച്ച് മതി. ഡു നോട്ട് അഫക്ട് ദ ഫീച്ചർ ഓഫ് സോയിൽ മച്ച്. ഇത് ഈ മണ്ണിൻ്റെ ഘടനയെ ഒട്ടും ബാധിക്കുന്നില്ല, മണ്ണിൻ്റെ ഘടനയെ ഇത് ബാധിക്കുന്നില്ല. മനസ്സിലായോ? നാനോ ഫെർട്ടിലൈസേഴ്സ് ഇതാണ്. ഇനി നമുക്കിവിടെ ഫില്ല് ചെയ്യാനുള്ളത് നോക്കണം. അപ്പോൾ ഫെർട്ടിലൈസർ ഏതാണെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല, അതിൻ്റെ എക്സാമ്പിൾസ് ഇവിടെ പറഞ്ഞിട്ടില്ല, പക്ഷേ അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ക്യാരക്ടറിസ്റ്റിക്സ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്? ബയോ റെസിഡ്യൂസ്. എന്താണ് ബയോ റെസിഡ്യൂസ് എന്ന് പറഞ്ഞാൽ? ജൈവ അവശിഷ്ടങ്ങൾ. അതിനെയാണ് ബയോ റെസിഡ്യൂസ്, ജൈവ അവശിഷ്ടങ്ങൾ. അതായത് ജൈവമായിട്ടുള്ള ജീവികളുടെ അവശിഷ്ടങ്ങൾ, അതാണ് ജൈവ അവശിഷ്ടങ്ങൾ എന്നതുകൊണ്ട്, ബയോ റെസിഡ്യൂസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് വിൽ നോട്ട് ഹാവ് എയ്തർ ദ ടെക്സ്ചർ ഓഫ് ദി സോയിൽ ഓർ ദ ഡീകമ്പോസേഴ്സ്. ഇത് മണ്ണിൻ്റെ ടെക്സ്ചറിനോ മണ്ണിൻ്റെ ഘടനയ്ക്കോ അല്ലെങ്കിൽ ഡീകമ്പോസേഴ്സിനോ ഒരു തരത്തിലുള്ള ദോഷവും വരുത്തുന്നില്ല. ഹാം ചെയ്യുക, ഹാം, HARM, ഹാം എന്ന് വെച്ചാൽ ദോഷം. അപ്പോൾ ഇറ്റ് വിൽ നോട്ട് ഹാവ്, ഇത് ദോഷം വരുത്തുന്നില്ല. ആർക്ക്? ദ ടെക്സ്റ്റ് ഓഫ് ദി സോയിൽ, സോയിലിൻ്റെ ടെക്സ്ചറിനും പിന്നെ ഡീകമ്പോസേഴ്സിനും വിഘാടകർക്കും ഒരു തരത്തിലുള്ള ഹാമും സംഭവിപ്പിക്കുന്നില്ല അല്ലെങ്കിൽ ദോഷവും വരുത്തുന്നില്ല. പിന്നെന്താണ്? പ്ലാന്റ്സ് ഗെറ്റ് ദ ന്യൂട്രിയൻസ് റിലീസ്ഡ് ഫ്രം ദീസ് ബയോ റെസിഡ്യൂസ് ബൈ ദ ഡീകമ്പോസേഴ്സ്. അതായത് പ്ലാന്റ്സ് ഗെറ്റ് ദ ന്യൂട്രിയൻസ്, പ്ലാന്റ്സിന് അല്ലെങ്കിൽ സസ്യങ്ങൾക്ക് ന്യൂട്രിയൻസ് ലഭിക്കുന്നു. എങ്ങനെ? റിലീസ്ഡ് ഫ്രം ദീസ് ബയോ റെസിഡ്യൂസ് ബൈ ദ ഡീകമ്പോസേഴ്സ്. അതായത് ഈ ഡീകമ്പോസേഴ്സ് ഉണ്ടല്ലോ, ഡീകമ്പോസേഴ്സ് എന്ന് വെച്ചാൽ വിഘാടകർ റിലീസ് ചെയ്യുന്ന ഇവയിൽ നിന്ന്, ഏതിൽ നിന്ന്? ഈ ബയോ റെസിഡ്യൂസിൽ നിന്ന് അല്ലെങ്കിൽ ജൈവാവശിഷ്ടങ്ങളിൽ നിന്ന് ഈ വിഘാടകർ റിലീസ് ചെയ്യുന്ന ന്യൂട്രിയൻസ് ആണ് ആർക്ക് ലഭിക്കുന്നത്? പ്ലാന്റ്സിന് അല്ലെങ്കിൽ സസ്യങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പ്ലാന്റ്സ് ഗെറ്റ് ദ ന്യൂട്രിയൻസ്, പ്ലാന്റ്സിന് ന്യൂട്രിയൻസ് ലഭിക്കുന്നു. എങ്ങനെ? റിലീസ്ഡ് ഫ്രം ദീസ് ബയോ റെസിഡ്യൂസ് ബൈ ദ ഡീകമ്പോസേഴ്സ്. ഈ ബയോ റെസിഡ്യൂസിൽ നിന്ന് ഡീകമ്പോസേഴ്സ് റിലീസ് ചെയ്യുന്ന ന്യൂട്രിയൻസ് ആണ് പ്ലാന്റ്സിന് ലഭിക്കുന്നത്. ആ ഒരു പോയിന്റ് മനസ്സിലായോ? പിന്നെന്താണ് പറഞ്ഞിട്ടുള്ളത്? ന്യൂട്രിയൻസ് മേ ബി ലെസ്, ദ പ്രോസസ് ഓഫ് ഡീകമ്പോസിഷൻ ടേക്സ് എ ലോങ് ടൈം. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണ്? ന്യൂട്രിയൻസ് മേ ബി ലെസ്, ഈ ന്യൂട്രിയൻസ് അല്ലെങ്കിൽ പോഷകങ്ങൾ വളരെ കുറവായിരിക്കും, വളരെ കുറവായിരിക്കും. ദ പ്രോസസ് ഓഫ് ഡീകമ്പോസിഷൻ, ഡീകമ്പോസിഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ വിഘടനം എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ടേക്സ് എ ലോങ് ടൈം, ഒരുപാട് സമയമെടുക്കും. ഒരുപാട് സമയമെടുത്താണ് ഡീകമ്പോസിഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന ന്യൂട്രിയൻസ് വളരെ കുറവായിരിക്കും. ഇനി നമ്മൾ അതിൻ്റെ എക്സാമ്പിൾസ് എഴുതണം. അത് ഏത് ടൈപ്പ് ഫെർട്ടിലൈസർ ആണെന്ന് എഴുതണം. അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ കൗഡങ് എന്ന് വെച്ചാൽ ചാണകം, കേട്ടിട്ടുണ്ടോ? പിന്നെ നമ്മുടെ കമ്പോസ്റ്റ്, പിന്നെന്താണ് ബോൺ മീൽ, ആഷ്, ചാരം, ഇതൊക്കെയാണ് ഇതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഓർഗാനിക് ഫെർട്ടിലൈസർ എന്ന കാറ്റഗറിയിൽ പെടുന്ന കുറച്ച് ഐറ്റംസ് നമ്മൾ യൂസ് ചെയ്യുന്നില്ലേ, ഈ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ആണ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത്. അപ്പം നമ്മളിവിടെ ഏതാണത്? ഫെർട്ടിലൈസർ മുകളിലുള്ള റെഡ് കളർ ബോക്സിൽ എഴുതാനുള്ളത് ഓർഗാനിക് ഫെർട്ടിലൈസർ. അതിൻ്റെ മുകളിൽ എഴുതാനുള്ളത് അതിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? കൗഡങ്, പിന്നെന്താണ് ബോൺ മീൽ, ആഷ്, പിന്നെ അതുപോലെ തന്നെ കമ്പോസ്റ്റ്, ഇതൊക്കെയാണ് അവിടെ അത് ചേർക്കാനുള്ളത്. ഓക്കെ ആണല്ലോ? ഈ 7.2 എന്ന് പറഞ്ഞ ഇലസ്ട്രേഷൻ അത് മനസ്സിലായോ?
അപ്പോൾ ഈ ഒരു ഇലസ്ട്രേഷൻ എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്? ഫെർട്ടിലൈസേഴ്സ് എൻ്റെ മുകളിൽ ആ റെഡ് കളർ ബോക്സിൽ എഴുതാനുള്ളത് ഓർഗാനിക് ഫെർട്ടിലൈസർ. അതിൻ്റെ മുകളിൽ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? കൗ ഡങ്, പിന്നെ കമ്പോസ്റ്റ്, പിന്നെ ബോൺ മീൽ, അതുപോലെ ഗോഡ് ഡ്രോപ്പിങ്സ്, അതായത് മറ്റേ ആടിൻ്റെ കാഷ്ടം, ആട്ടും കാഷ്ടം, അതൊക്കെ നമുക്കിവിടെ എഴുതാം കേട്ടോ. അടുത്ത മലയാളം മീഡിയംകാർക്കുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കിയുള്ളൂ. ഫസ്റ്റ് ജീവാണുവളം. വളങ്ങൾ ഒന്നാമത്തെ കാറ്റഗറി ജീവാണുവളം. അതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? റൈസോബിയം, അസോസ്പൈറിലം, മൈക്കോറൈസ. ഇനി അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നൈട്രജൻ, ഫോസ്ഫറസ് എന്നിവയുടെ സ്ഥിരീകരണത്തിന് സഹായിക്കുന്ന സൂക്ഷ്മജീവികളെ മണ്ണിൽ ചേർക്കുന്നു. അതായത് ഈ നൈട്രജൻ, ഫോസ്ഫറസ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ മണ്ണിൽ ഡയറക്റ്റ് ഉണ്ടാവില്ല, അത് നമ്മൾ കൊടുക്കണം, ആർട്ടിഫിഷ്യലായിട്ട് കൊടുക്കണം. അപ്പോൾ അത് ഒന്നുകിൽ ആർട്ടിഫിഷ്യലായിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഈ പറയുന്ന സൂക്ഷ്മജീവികളെ മണ്ണിൽ ചേർത്താൽ മതി. അത് അന്തരീക്ഷത്തിൽ നിന്നുള്ള ഈ നൈട്രജനെയും ഫോസ്ഫറസിനെയൊക്കെ വലിച്ചെടുത്ത് സസ്യങ്ങൾക്ക് കൊടുക്കും. അതാണ് അവിടെ സംഭവിക്കുന്നത്. ഇനി മണ്ണിൻ്റെ ഘടനയ്ക്കും വിഘാടകർക്കും ദോഷം ചെയ്യുന്നില്ല. ഇനി അടുത്തത് താഴെ കൃത്രിമ വളങ്ങൾ. കൃത്രിമ വളങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? അമോണിയം ഫോസ്ഫേറ്റ്, യൂറിയ, അമോണിയം സൾഫേറ്റ്. ഇനി അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? മണ്ണിൻ്റെ പോഷകമൂല്യം വർദ്ധിപ്പിക്കുവാനായി കൃത്രിമമായി നിർമ്മിച്ച് ഉപയോഗിക്കുന്നത്. സസ്യങ്ങൾക്ക് എളുപ്പത്തിൽ ആഗിരണം ചെയ്യാൻ കഴിയും. അമിതമായ വളപ്രയോഗം മണ്ണിൻ്റെ ഘടനയ്ക്കും വിഘാടകർക്കും ദോഷം ചെയ്യും. ഇനി അടുത്തത് നാനോ വളങ്ങൾ. നാനോ വളങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് നാനോ യൂറിയ, നാനോ ഫോസ്ഫേറ്റ്, നാനോ മാഗ്നീഷ്യം സൾഫേറ്റ്. നാനോ കണികാ രൂപത്തിലുള്ള കൃത്രിമ വളങ്ങൾ. നാനോ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം, വളരെ ചെറുത്, വളരെ മൈന്യൂട്ടായിട്ടുള്ള പാർട്ടിക്കിൾസ്. അതാണ് നാനോ എന്ന് പറഞ്ഞ ആ വേർഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ നാനോ കണികാ രൂപത്തിലുള്ള കൃത്രിമ വളങ്ങൾ സസ്യങ്ങൾക്ക് എളുപ്പത്തിൽ ആഗിരണം ചെയ്യാൻ കഴിയും. മറ്റ് വളങ്ങളെ അപേക്ഷിച്ച് വളരെ ചുരുങ്ങിയ അളവിൽ മതിയാകും. കൃത്രിമ വളങ്ങളെപ്പോലെ മണ്ണിൻ്റെ ഘടനയെ മാറ്റുന്നില്ല, മണ്ണിൻ്റെ രാസഘടനയെ മാറ്റുന്നില്ല. ഇനി നമുക്ക് എഴുതി ചേർക്കാനുള്ളത്, ഫസ്റ്റ് നമുക്കതിൻ്റെ പ്രത്യേകതകൾ വായിക്കാം. എന്തൊക്കെയാണ്? ജൈവാവശിഷ്ടങ്ങൾ, പിന്നെ മണ്ണിൻ്റെ ഘടനയ്ക്ക്, ജൈവാവശിഷ്ടം എന്ന് വെച്ചാൽ ജീവികളുടെ അവശിഷ്ടങ്ങൾ, അതാണ് ജൈവാവശിഷ്ടങ്ങൾ. പിന്നെ മണ്ണിൻ്റെ ഘടനയ്ക്കോ വിഘാടകർക്കോ ദോഷം ചെയ്യുന്നില്ല. വിഘാടകർ ഇവയിൽ നിന്നും സ്വതന്ത്രമാക്കുന്ന പോഷകങ്ങളാണ് സസ്യങ്ങൾക്ക് ലഭിക്കുന്നത്. അതായത് വിഘാടകർ ഈ പറയുന്ന ജൈവാവശിഷ്ടങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കുന്ന പോഷകങ്ങളാണ് സസ്യങ്ങൾക്ക് ലഭിക്കുന്നത്. പോഷകങ്ങൾ അളവിൽ കുറവായിരിക്കും. വിഘടന പ്രക്രിയയ്ക്ക് കാലതാമസം എടുക്കും. ഇതിൽ നിന്ന് കിട്ടുന്ന പോഷകങ്ങൾ വളരെ കുറവായിരിക്കും. പിന്നെ വിഘടനം എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ്, ആ ഒരു പ്രക്രിയയ്ക്ക് കാലതാമസം എടുക്കും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇതേത് ഫെർട്ടിലൈസറാണ്, ഏത് വളമാണ് എന്ന് മനസ്സിലായോ? ഇതെന്ന് പറയുന്നത് ജൈവവളം എന്ന് പറയും അല്ലേ? ജീവികളിൽ നിന്നുള്ള വളം ജൈവവളം. അപ്പോൾ എന്താണ്? ജൈവവളം എന്നാണ് നമ്മൾ ആ റെഡ് കളർ ബോക്സിൽ എഴുതാനുള്ളത്. ഇനി അതിൻ്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ഈ ചാണകം, ആട്ടിൻ കാഷ്ടം, കമ്പോസ്റ്റ് വളം, അതുപോലെ എല്ലുപൊടി, ഇതൊക്കെയാണ് ഈ ജൈവവളത്തിന് എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് എഴുതി കൊടുക്കാം. വളങ്ങൾ അത് കഴിഞ്ഞിട്ട് മുകളിൽ എഴുതി കൊടുക്കാനുള്ളത് ജൈവവളം. ആ റെഡ് കളർ ബോക്സല്ല, അതൊരു എലിപ്സാണ്, അതിൻ്റെ അകത്ത് എഴുതി കൊടുക്കാനുള്ളത് ജൈവവളം. അതിന് എക്സാമ്പിൾസ് 3 അതിൻ്റെ മുകളിലത്തെ യെല്ലോ ബോക്സിൽ എഴുതി കൊടുക്കണം. ഏതൊക്കെയാണ്? ചാണകം, കമ്പോസ്റ്റ്, എല്ലുപൊടി. മനസ്സിലായല്ലോ? ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഗ്യാദർ മോർ ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ദിസ് ആൻഡ് പ്രസന്റ് എ സെമിനാർ പേപ്പർ ഇൻ ക്ലാസ് ഓൺ ദ ടോപ്പിക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്, അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ്. അപ്പോൾ ഈ ഓരോ ഫെർട്ടിലൈസേഴ്സിൻ്റെയും അഡ്വാൻറ്റേജസും അതിൻ്റെ ലിമിറ്റേഷൻസും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഒരു സെമിനാർ ക്ലാസ്സിൽ അവതരിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കുറച്ച് പോയിൻറ്റ്സൊക്കെ ഉൾപ്പെടുത്തി ഇതിൻ്റെ ലിമിറ്റേഷൻസും അഡ്വാൻറ്റേജസും ഉൾപ്പെടുത്തി കുറച്ച് നോട്ട്സ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അത് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് കൂടുതൽ പോയിൻറ്റ്സൊക്കെ ആഡ് ചെയ്ത് യൂസ് ചെയ്യാം കേട്ടോ. വളങ്ങൾ, മേന്മകളും പരിമിതികളും. മലയാളം മീഡിയവും ഇംഗ്ലീഷ് മീഡിയവും ഉണ്ട് കേട്ടോ അതിൻ്റെ അകത്ത്. അടുത്ത അതിൽ ഫസ്റ്റ് വൺ, വാട്ട് ആർ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ്, റൈറ്റ് ദെയർ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ലിമിറ്റേഷൻസ്, രണ്ടൊന്ന് തന്നെ കേട്ടോ. ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ആർ ബയോ റെസിഡ്യൂസ്. അതായത് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത് ജൈവ അവശിഷ്ടങ്ങളാണ്, ബയോ റെസിഡ്യൂസ് ആണ്. അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്? ഇറ്റ് വിൽ നോട്ട് ഹാം എയ്തർ ദ ടെക്സ്ചർ ഓഫ് ദി സോയിൽ ഓർ ദ ഡീകമ്പോസേഴ്സ്. ഇത് ഡീകമ്പോസേഴ്സിനും സോയിലിൻ്റെ ഘടനയ്ക്കും ടെക്സ്ചറിനും ഒന്നും ഒരു ദോഷവും ഉണ്ടാക്കുന്നില്ല. ഡസ് നോട്ട് കോസ് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ. എൻവയോൺമെൻറ്റൽ പൊല്യൂഷനും ഇതുണ്ടാക്കുന്നില്ല. പിന്നെന്താണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ്? ഓൺലി ദ ന്യൂട്രിയൻസ് റിലീസ്ഡ് ബൈ ഡീകമ്പോസേഴ്സ് ആർ അവൈലബിൾ. അതായത് ഇവിടെ ഈ ഡീകമ്പോസേഴ്സ് അല്ലെങ്കിൽ വിഘാടകർ റിലീസ് ചെയ്യുന്ന ന്യൂട്രിയൻസ് മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. ദ എമൗണ്ട് ഓഫ് ന്യൂട്രിയൻസ് മേ ബി ലോ ആൻഡ് ദ പ്രോസസ് ടേക്സ് എ ലോങ് ടൈം. ഇവിടെ കിട്ടുന്ന ന്യൂട്രിയൻസിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് വളരെ കുറവാണ്,
പിന്നെ എന്താണ് ആ പ്രോസസ്സ് ഈ ഡീകമ്പോസിഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് അതാണ് പറഞ്ഞിട്ടുള്ളത്. ഡീകമ്പോസിഷൻ പ്രോസസ്സ് ടേക്സ് എ ലോങ് ടൈം. ഡീകമ്പോസിഷൻ പ്രോസസ്സ് എന്താണ് ഒരുപാട് സമയമെടുക്കുന്നു. ഇനി അതിൻ്റെ എക്സാമ്പിൾസ് എന്താണ്? കൗഡങ്, കമ്പോസ്റ്റ്, ബോൺ മീൽ, ഇതൊക്കെയാണ് അതിന് എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. മലയാളം മീഡിയംകാർക്കുള്ളത് എന്താണ്? ജൈവവളങ്ങൾ, അവയുടെ മേന്മകളും ദോഷങ്ങളും എന്തെല്ലാമാണ്? ജൈവവളങ്ങൾക്ക് ഉദാഹരണങ്ങൾ എഴുതുക. അപ്പോൾ ഇത് ഞാനൊരു ക്വസ്റ്റ്യൻ ആൻസർ അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്കിത് ഒരു സെമിനാർ ടോപ്പിക്കായിട്ട് ഇങ്ങനെ എഴുതാം കേട്ടോ. അതായത് ജൈവവളങ്ങൾ എന്ന് ഹെഡിങ് കൊടുക്കുക, എന്നിട്ട് എന്താണ് ജൈവവളങ്ങൾ എന്ന് കൊടുക്കുക, അതിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ എന്താണ് മേന്മകൾ എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് കൊടുക്കുക, അതിൻ്റെ താഴെ മേന്മകൾ എഴുതുക. അതിൻ്റെ ദോഷങ്ങൾ എന്ന് പറഞ്ഞ് ഹെഡിങ് കൊടുത്തിട്ട് അതിൻ്റെ താഴെ ദോഷങ്ങൾ എഴുതുക, പിന്നെ അതിൻ്റെ എക്സാമ്പിൾസ് എഴുതുക. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എഴുതാം കേട്ടോ. ജൈവാവശിഷ്ടങ്ങളാണ് ജൈവവളങ്ങൾ. മേന്മകൾ എന്തൊക്കെയാണ്? എന്നിട്ട് ഇത് ജൈവവളങ്ങൾ, എന്നിട്ട് അതിൻ്റെ ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ചാണകം, കമ്പോസ്റ്റ്, എല്ലുപൊടി. ഇനി അതിൻ്റെ മേന്മകൾ: മണ്ണിൻ്റെ ഘടനയ്ക്കോ വിഘാടകർക്കോ ഇത് ദോഷകരമായി ബാധിക്കുന്നില്ല, പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നില്ല. ഇനി ദോഷങ്ങൾ എന്തൊക്കെയാണ്? വിഘാടകർ സ്വതന്ത്രമാക്കുന്ന പോഷകങ്ങൾ മാത്രമേ ലഭ്യമാകൂ. പിന്നെന്താണ്? പോഷകങ്ങൾ അളവിൽ കുറവായിരിക്കും. വിഘടന പ്രക്രിയയ്ക്ക് കാലതാമസമെടുക്കുന്നു. ഇത് ഇത്രയാണ് ഇതിനെക്കുറിച്ച് എഴുതാൻ വേണ്ടിയിട്ട്. ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ബയോ ഫെർട്ടിലൈസേഴ്സ്. ബയോ ഫെർട്ടിലൈസേഴ്സിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എന്താണ്? അഡ്വാൻറ്റേജസ്: ഡസ് നോട്ട് ഹാം സോയിൽ ടെക്സ്ചർ ഓർ ഡീകമ്പോസേഴ്സ്. ഇതും സോയിൽ ടെക്സ്ചറിനും അല്ലെങ്കിൽ മണ്ണിൻ്റെ ഘടനയ്ക്കും ഡീകമ്പോസേഴ്സിനും വിഘാടകർക്കും ഒരു ദോഷവും ഉണ്ടാക്കുന്നില്ല. എക്കോ ഫ്രണ്ട്ലി ആണ്, അതായത് പരിസ്ഥിതിക്ക് യാതൊരു ദോഷവും ഉണ്ടാക്കുന്നില്ല. അതാണ് എക്കോ ഫ്രണ്ട്ലി എന്ന് പറയുന്നത്. പരിസ്ഥിതി സൗഹാർദ്ദപരം എന്നുള്ളതാണ് ആ എക്കോ ഫ്രണ്ട്ലി എന്ന് പറയുന്നത് ആ വേർഡിൻ്റെ മീനിങ്. ലോ കോസ്റ്റ്, ചിലവും കുറവാണ്. ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണ്? നോട്ട് ഓൾ ന്യൂട്രിയൻസ് ആർ റിലീസ്ഡ് ബൈ ദ സെയിം മൈക്രോബ്സ്. ഇവിടെ എന്താണ്? മൈക്രോബ്സ് ആണ് ന്യൂട്രിയൻസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ. എല്ലാ ന്യൂട്രിയൻസും ഒരു മൈക്രോബ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല അല്ലേ. എല്ലാ ന്യൂട്രിയൻസും ഒരു മൈക്രോബ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അതാണ് ഇതിൻ്റെ ഒരു ദോഷം. പിന്നെന്താണ്? സ്പെസിഫിക് മൈക്രോബ്സ് ആർ റിക്വയർഡ് ഫോർ ഈച്ച് ന്യൂട്രിയൻറ്റ്. ഓരോ ന്യൂട്രിയൻറ്റ്, ഇപ്പം നൈട്രജൻ ആണ് നമുക്ക് വേണ്ടെങ്കിൽ ആ നൈട്രജനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മൈക്രോബിന് വേണം. ഇനി ഫോസ്ഫേറ്റ് ആണ് വേണമെങ്കിൽ ഫോസ്ഫേറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മൈക്രോബ് വേണം. അപ്പോൾ സ്പെസിഫിക് ന്യൂട്രിയൻസിന് സ്പെസിഫിക് ആയിട്ടുള്ള മൈക്രോബ്സ് ആവശ്യമാണ് ഇവിടെ. ഇതിന് എക്സാമ്പിളാണ് റൈസോബിയം, അസോസ്പൈറിലം ആൻഡ് മൈക്കോറൈസ. ഇതെല്ലാം ഈ മൈക്രോബ്സ് ബയോ ഫെർട്ടിലൈസേഴ്സിന് എക്സാമ്പിൾസ് ആണ്. മലയാളം മീഡിയംകാർക്കുള്ളത് ജീവാണുവളത്തിൻ്റെ മേന്മയും ദോഷവും എന്തെല്ലാം ഉദാഹരണങ്ങൾ എഴുതുക. എന്തൊക്കെയാണ് മേന്മകൾ? മണ്ണിൻ്റെ ഘടനയ്ക്കോ വിഘാടകർക്കോ ദോഷം ചെയ്യുന്നില്ല, പരിസ്ഥിതിക്ക് ദോഷമുണ്ടാക്കുന്നില്ല, ചെലവ് കുറവാണ്. ഇനി ദോഷങ്ങൾ എന്താണ്? എല്ലാ പോഷകങ്ങളും നൽകുന്ന ജീവാണുക്കൾ ലഭ്യമല്ല. ഓരോ പോഷകത്തിനും പ്രത്യേകം ജീവാണുക്കൾ വേണം. ഉദാഹരണങ്ങൾ: റൈസോബിയം, അസോസ്പൈറിലം, മൈക്കോറൈസ. അടുത്ത ക്വസ്റ്റ്യൻ: വാട്ട് ആർ ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസേഴ്സ്, ഇറ്റ്സ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. എന്താണ് ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസേഴ്സ്? അവയുടെ അഡ്വാൻറ്റേജ് എന്താണ്? ഡിസഡ്വാൻറ്റേജ് എന്താണ്? ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസേഴ്സ് ആർ ആർട്ടിഫിഷ്യലി സിന്തസൈസ്ഡ് ഫെർട്ടിലൈസേഴ്സ് ടു ഇൻക്രീസ് ദ ന്യൂട്രിയൻറ്റ് വാല്യൂ ഓഫ് സോയിൽ. അതായത് ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് കൃത്രിമമായിട്ട് സിന്തസൈസ്ഡ് എന്ന് വെച്ചാൽ നിർമ്മിക്കുന്ന ഫെർട്ടിലൈസേഴ്സ്, അതാണ് ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത്. എന്തിനാണ്? ടു ഇൻക്രീസ് ദ ന്യൂട്രിയൻറ്റ് വാല്യൂ ഓഫ് സോയിൽ. സോയിലിൻ്റെ ന്യൂട്രിയൻറ്റ് വാല്യൂ അല്ലേ, സോയിലിൻ്റെ ആ ന്യൂട്രിയൻറ്റ് വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, പോഷക മൂല്യം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, കൂട്ടാൻ വേണ്ടിയിട്ട്. ഇനി അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? പ്ലാന്റ്സ് ക്യാൻ ഈസിലി അബ്സോർബ്. പ്ലാന്റ്സിന് ഈസി ആയിട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് ന്യൂട്രിയൻ സ്പെസിഫിക്. ന്യൂട്രിയൻ സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മണ്ണ് പരിശോധിക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ മൂലകത്തിൻ്റെ കുറവ് നമ്മളെ മണ്ണിലുണ്ട് എങ്കിൽ നമുക്ക് ആ മൂലകം മാത്രമായിട്ട് അല്ലെങ്കിൽ ആ ഒരു പോഷകം ന്യൂട്രിയൻറ്റ് മാത്രമായിട്ട് മണ്ണിന് നൽകാൻ കഴിയും. അതിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? ന്യൂട്രിയൻ സ്പെസിഫിക് എന്ന് പറയുന്നത്. അല്ലാതെ മണ്ണിൽ എല്ലാം കൂടെ അങ്ങ് നമുക്ക് എല്ലാ തരത്തിലുള്ള ന്യൂട്രിയൻസും കൊണ്ടുവന്ന് തട്ടേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? അതാണ് ന്യൂട്രിയൻ സ്പെസിഫിക് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്, അതായത് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? എക്സസീവ് യൂസ് ഈസ് ഹാംഫുൾ ടു സോയിൽ ടെക്സ്ചർ ആൻഡ് ഡീകമ്പോസേഴ്സ്. എക്സസീവായിട്ട്, അതായത് ധാരാളമായിട്ട് നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നത് ആ സോയിലിൻ്റെ ഘടനയ്ക്കും പിന്നെ ഡീകമ്പോസേഴ്സ് അല്ലെങ്കിൽ വിഘാടകർക്കും ദോഷമുണ്ടാക്കുന്നു. ഇതിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്? അമോണിയം ഫോസ്ഫേറ്റ്, യൂറിയ, അമോണിയം സൾഫേറ്റ്. മണ്ണിൻ്റെ പോഷകമൂല്യം വർദ്ധിപ്പിക്കാനായി കൃത്രിമമായി നിർമ്മിച്ച് ഉപയോഗിക്കുന്നതാണ് കൃത്രിമ വളങ്ങൾ. അതിൻ്റെ മേന്മകൾ: സസ്യങ്ങൾക്ക് എളുപ്പത്തിൽ ആഗിരണം ചെയ്യാൻ കഴിയും, ആവശ്യമായ പോഷകങ്ങൾ മാത്രമായി നൽകാം. ദോഷങ്ങൾ: അമിതമായ ഉപയോഗം മണ്ണിൻ്റെ ഘടനയ്ക്കും വിഘാടകർക്കും ദോഷം ചെയ്യുന്നു. ഉദാഹരണം: അമോണിയം ഫോസ്ഫേറ്റ്, യൂറിയ, അമോണിയം സൾഫേറ്റ്.
അടുത്തത് വാട്ട് ആർ നാനോ ഫെർട്ടിലൈസേഴ്സ്, വാട്ട് ആർ ദെയർ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. എന്താണ് നാനോ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞാൽ? നാനോ ഫെർട്ടിലൈസേഴ്സ് ആർ ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസേഴ്സ്. നാനോ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസേഴ്സ് അല്ലെങ്കിൽ കൃത്രിമ വളങ്ങൾ തന്നെയാണ്. ഇൻ ദ ഫോം ഓഫ് നാനോ പാർട്ടിക്കിൾസ്. എന്തിൻ്റെ ഫോമിലുള്ളത്? നാനോ പാർട്ടിക്കിൾസ്, നാനോ കണികകളുടെ രൂപത്തിലുള്ള ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നാനോ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്? പ്ലാന്റ്സ് ക്യാൻ ഈസിലി അബ്സോർബ്. വളരെ നാനോ എന്ന് പറയുന്ന ആ ഒരു സൈസിലുള്ളതാണ്, വളരെ ചെറിയ സൈസിലുള്ളതാണ്. അതുകൊണ്ട് പ്ലാന്റ്സിന് ഈസി ആയിട്ട് അബ്സോർബ് ചെയ്യാൻ കഴിയുന്നു. റിക്വയർഡ് വെരി സ്മോൾ ക്വാണ്ടിറ്റി, വളരെ ചെറിയ അളവിൽ അത് മതിയാകും. ഡു നോട്ട് അഫക്ട് ദ സോയിൽ ടെക്സ്ചർ. ഈ മണ്ണിൻ്റെ ഘടനയെ ഇത് ബാധിക്കുന്നില്ല. ഇത് ഇത്രയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്. ഇനി ഡിസഡ്വാൻറ്റേജ്, ഹാർംഫുൾ ടു ഡീകമ്പോസേഴ്സ്. പക്ഷേ ഇത് ഡീകമ്പോസേഴ്സിന് ഹാർംഫുൾ ആണ് അല്ലേ? ഡീകമ്പോസേഴ്സ് അല്ലെങ്കിൽ വിഘാടകർക്ക് ഇത് ദോഷകരമായി ബാധിക്കുന്നു. ഇനി എക്സാമ്പിൾ എന്താണ്? നാനോ യൂറിയ, നാനോ ഫോസ്ഫേറ്റ്, നാനോ മാഗ്നീഷ്യം സൾഫേറ്റ്. നാനോ കണികാ രൂപത്തിലുള്ള കൃത്രിമ വളങ്ങളാണ് നാനോ വളങ്ങൾ മേന്മകൾ. സസ്യങ്ങൾക്ക് എളുപ്പത്തിൽ ആഗിരണം ചെയ്യാൻ കഴിയും. വളരെ ചുരുങ്ങിയ അളവിൽ മതിയാകും. മണ്ണിൻ്റെ രാസഘടനയ്ക്ക് ദോഷമുണ്ടാക്കുന്നില്ല. ഇനി ഇതിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ്? വിഘാടകർക്ക് ഇത് ദോഷം ചെയ്യുന്നു. ഇനി ഉദാഹരണങ്ങൾ: നാനോ യൂറിയ, നാനോ ഫോസ്ഫേറ്റ്, നാനോ മാഗ്നീഷ്യം സൾഫേറ്റ്. അപ്പോൾ ഇത്രയാണ് ആ ഒരു സെമിനാർ ടോപ്പിക്കിൽ ഉൾപ്പെടുത്തേണ്ടത്. ഇതിൽ കൂടുതൽ പോയിന്റ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉൾപ്പെടുത്താം കേട്ടോ. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ലീഫ് കളർ ചാർട്ട്. ലീഫ് കളർ ചാർട്ട് എന്താണെന്ന് നോക്കാം. ദിസ് ഈസ് ആൻ ഈസി വേ ടു ഫൈൻഡ് ഔട്ട് അവൈലബിലിറ്റി ഓഫ് നൈട്രജൻ ഇൻ ക്രോപ്പ് പ്ലാന്റ്സ്. ഈ ക്രോപ്പ് പ്ലാന്റ്സിൽ നൈട്രജൻ്റെ അവൈലബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള വളരെ ഈസി ആയിട്ടുള്ളൊരു മാർഗ്ഗമാണ് എന്ന് പറയുന്നത് ലീഫ് കളർ ചാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതിൽ കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. ഇറ്റ് ഹെൽപ്സ് ടു ഫൈൻഡ് ഔട്ട് ഹൗ മച്ച് നൈട്രജൻ ഫെർട്ടിലൈസേഴ്സ് നീഡ് ടു ബി ആഡഡ് ബൈ കമ്പയറിംഗ് ദ കളർ ഓഫ് ലീവ്സ് ഓഫ് പ്ലാന്റ്സ് വിത്ത് എ സ്റ്റാൻഡേർഡ് പിക്ചർ. അതായത് എന്താണ് ഹൗ മച്ച് നൈട്രജൻ ഫെർട്ടിലൈസേഴ്സ് നീഡ് ടു ബി ആഡഡ്. നമുക്ക് മണ്ണിൽ എത്ര നൈട്രജൻ വളമാണ് ആഡ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. എങ്ങനെയാണ് നമുക്കിത് സഹായിക്കുന്നത്, ഇങ്ങനെ മനസ്സിലാക്കാൻ സഹായിക്കുന്നത്? ബൈ കമ്പയറിംഗ് ദ കളർ ഓഫ് ലീവ്സ്. നമ്മൾ ഏത് ചെടിയാണോ ആ ചെടിയുടെ ലീവ്സിൻ്റെ അല്ലെങ്കിൽ ഇലയുടെ കളറ് കമ്പയർ ചെയ്യുന്നു. ഏതുമായിട്ട്? വിത്ത് എ സ്റ്റാൻഡേർഡ് പിക്ചർ. അപ്പോൾ ഒരു പിക്ചറുണ്ട്, ഒരു സ്റ്റാൻഡേർഡ് പിക്ചറുണ്ട്. ഒരു സ്റ്റാൻഡേർഡ് പിക്ചറുമായിട്ട് ആ ചെടിയുടെ ഇലകൾ ഇങ്ങനെ വച്ച് നോക്കണം. ഈ പിക്ചറിൽ തന്നിട്ടുള്ളത് ഫിഗർ 7.5 തന്നിട്ടുള്ളതുപോലെ അങ്ങനെ വച്ച് നോക്കുമ്പോൾ എത്രത്തോളം നൈട്രജൻ്റെ അളവ് കുറവാണ് ആ ചെടിക്ക് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ലൈറ്റ് ഗ്രീൻ കളർ ഇൻഡിക്കേറ്റ്സ് ദ ഡെഫിഷ്യൻസി ഓഫ് നൈട്രജൻ. ലൈറ്റ് ആയിട്ടുള്ള ഗ്രീൻ കളറാണുള്ളതെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നൈട്രജൻ ആവശ്യമാണ് അല്ലെങ്കിൽ നൈട്രജൻ കുറവാണ് ആ ചെടിക്ക് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇനി ഡാർക്ക് ഗ്രീൻ കളർ ഇൻഡിക്കേറ്റ്സ് ദ നൈട്രജൻ ഈസ് പ്രസൻറ്റ് ഇൻ അഡിക്വേറ്റ് ക്വാണ്ടിറ്റി. എന്നാൽ കടും പച്ച നിറം അല്ലെങ്കിൽ ഡാർക്ക് ഗ്രീൻ കളർ ആണെങ്കിൽ നൈട്രജൻ ആവശ്യത്തിനുണ്ട് എന്നും സൂചിപ്പിക്കുന്നു. അപ്പം എന്താണ് ലൈറ്റ് ഗ്രീൻ കളർ എന്താണ് കാണിക്കുന്നത്? നൈട്രജൻ്റെ ഡെഫിഷ്യൻസിയെ കാണിക്കുന്നു. ഡാർക്ക് ഗ്രീൻ കളർ ആണെങ്കിൽ നൈട്രജൻ ആവശ്യത്തിനുണ്ട്, അഡിക്വേറ്റ് എമൗണ്ട് ഓഫ് നൈട്രജൻ ഈസ് ദയർ എന്നുള്ള അതാണ് എന്താണ് ഡാർക്ക് ഗ്രീൻ കാണിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈസ് ഇറ്റ് പോസിബിൾ ടു ഡിറ്റർമിൻ ദ എമൗണ്ട് ഓഫ് നൈട്രജൻ അവൈലബിൾ ബൈ ഒബ്സർവിങ് ദ കളർ ഓഫ് ദി ലീവ്സ്? ഇഫ് സോ ഹൗ? അതായത് ഇലയുടെ നിറം നോക്കി നൈട്രജൻ്റെ ലഭ്യത എത്രത്തോളം ഉണ്ട്, ആ സസ്യങ്ങൾക്ക് എത്രത്തോളം ഉണ്ട് എന്നറിയുവാൻ നമുക്ക് കഴിയുമോ ഇല്ലയോ? കഴിയുമെങ്കിൽ എങ്ങനെ? ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ എഴുതാം. നമ്മളിപ്പോൾ പഠിച്ച ലീഫ് കളർ ചാർട്ട് എന്ന് പറയുന്ന ആ ഒരു പോർഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ആൻസർ നോക്കിയോളൂ. ദ ലീഫ് കളർ ചാർട്ട് ഹെൽപ്സ് ഡിറ്റർമിൻ ദ നൈട്രജൻ കണ്ടന്റ് ഇൻ എ പ്ലാന്റ്. ലീഫ് കളർ ചാർട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ലീഫ് കളർ ചാർട്ട് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഡിറ്റർമിൻ എന്ന് വെച്ചാൽ മനസ്സിലാക്കാൻ. എന്ത് മനസ്സിലാക്കാൻ? ദ നൈട്രജൻ കണ്ടന്റ് ഇൻ എ പ്ലാന്റ്. ഒരു പ്ലാന്റിലെ നൈട്രജൻ കണ്ടന്റിനെ കുറിച്ച് മനസ്സിലാക്കാൻ ലീഫ് കളർ ചാർട്ട് നമ്മെ സഹായിക്കുന്നു. എങ്ങനെയാണ് ഇനി ഇത് സഹായിക്കുന്നത്? ബൈ കമ്പയറിംഗ് ലീഫ് കളർ വിത്ത് എ സ്റ്റാൻഡേർഡ് പിക്ചർ. അതായത് ലീഫിൻ്റെ കളറ് നമ്മൾ നോക്കുന്നു. ഏതുമായിട്ട്? ഒരു സ്റ്റാൻഡേർഡ് പിക്ചറുണ്ട്. ഈ ലീഫ് കളർ ചാർട്ടിൽ ഒരു സ്റ്റാൻഡേർഡ് പിക്ചറുണ്ട്. അതുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ലീഫിൻ്റെ കളറ് കമ്പയർ ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ നൈട്രജൻ്റെ ഡെഫിഷ്യൻസി ആണോ അല്ലെങ്കിൽ നൈട്രജൻ കറക്റ്റായിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നത്. മനസ്സിലായോ? ഇനി ഡാർക്ക് ഗ്രീൻ കളർ ഇൻഡിക്കേറ്റ്സ് അഡിക്വേറ്റ് ക്വാണ്ടിറ്റി ഓഫ് നൈട്രജൻ ഈസ് പ്രസൻറ്റ്. ഡാർക്ക് ഗ്രീൻ കളറാണ് അവിടെ കാണിച്ചിട്ടുള്ളതെങ്കിൽ, അതായത് ഈ ഇലകൾക്ക്, ചെടികളിലെ ഇലകൾക്ക് ഡാർക്ക് ഗ്രീൻ കളറാണുള്ളതെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? അഡിക്വേറ്റ് ക്വാണ്ടിറ്റി ഓഫ് നൈട്രജൻ ഈസ് പ്രസൻറ്റ്. കറക്റ്റ് ക്വാണ്ടിറ്റിയിലുള്ള നൈട്രജൻ ഉണ്ട്, ആവശ്യത്തിനുള്ള. അഡിക്വേറ്റ് എന്ന് വെച്ചാൽ ആവശ്യത്തിനുള്ള നൈട്രജൻ ഉണ്ട്. ഇനി ലൈറ്റ് ഗ്രീൻ കളർ ഇൻഡിക്കേറ്റ്സ് ദ ഡെഫിഷ്യൻസി ഓഫ് നൈട്രജൻ. ലൈറ്റ് ഗ്രീൻ കളറാണെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് നൈട്രജൻ അവിടെ ഡെഫിഷ്യൻ്റ് ആണ് എന്നാണ് സൂചിപ്പിക്കുന്നത്.
അപ്പോൾ നോക്കിയോളൂ, ലീഫ് കളർ ചാർട്ട് ഉപയോഗിച്ച് ഇലയുടെ നിറം പ്രമാണ ചിത്രവുമായി താരതമ്യപ്പെടുത്തി നമുക്ക് ചെടികളിൽ നൈട്രജൻ്റെ അളവ് എത്രത്തോളം ഉണ്ട് എന്നറിയാൻ കഴിയും. ഇളം പച്ചനിറ നൈട്രജൻ്റെ കുറവും കടും പച്ചനിറ നൈട്രജൻ്റെ അളവ് ആവശ്യത്തിനുണ്ട് എന്നും സൂചിപ്പിക്കുന്നു. മനസ്സിലായോ? അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ ആ ഫസ്റ്റ് ഇലസ്ട്രേഷൻ ഉണ്ടല്ലോ 7.2 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഇലസ്ട്രേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കുറച്ചധികം ടൈം എടുത്തു. അത് പിന്നെ അതിൻ്റെ ആ സെമിനാർ ടോപ്പിക്ക് അതും ചെയ്യാൻ കുറച്ചധികം സമയം എടുത്തു. സാരമില്ല, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി ചെയ്യാം. അപ്പോൾ എന്നും പറയുന്ന പോലെ നിങ്ങൾക്ക് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടുകാർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്